സ്റ്റക്ക് മാറിയോ? ക്രോം എടുത്ത് ഇപ്പൊ സ്റ്റക്ക് മാറിയോ? ഫ്ലെക്സ് ഉണ്ട് വെളി. എടാ ഞാൻ മുറിക്കേണ്ട നാടയാ, ഞാനും കൂടെ മുറിക്കേണ്ട നാടയായിരുന്നു കേട്ടോ. നീ കാരണമാടാ ഡിലേ, നീ കാരണം. തമ്പാനൂര് നമ്പത്തൂരെ അവന്റെ റംബൂട്ടം പഴവും പിടിച്ചോണ്ട് കവറിലാക്കി മറ്റേ കാമുകിമാരെ കാത്തിരിക്കുന്ന കാമുകന്മാരാണ് തിരിച്ച് നിക്കുവായിരുന്നു. നിന്നെ വിളിക്കാൻ വന്നില്ലായിരുന്നു, നമ്മൾ ടൈമിലെത്തിയേനെ. മനസ്സിലായോ? എനിക്ക് വേണ്ടി 6 മണി വരെ വെയിറ്റ് ചെയ്ത്, 6 മണി വരെ. പിന്നെ രാഹുകാലം തുടങ്ങി കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഓ പാവണ്ട, അച്ഛൻ പ്രാർത്ഥിക്കുന്ന നോക്ക്. അച്ഛൻ പ്രാർത്ഥിക്കുന്ന എന്തായിരിക്കും അറിയോ? ദൈവമേ ഇതിനകത്ത് നാളെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാലമാടൻ എന്റെ പേര് ഉപയോഗിക്കുമല്ലോ. നീ കാരണമാടാ, നീയൊക്കെ കാരണമാ. നമ്മൾ ഇന്നിപ്പോ കരയുന്നു. കൊറേ അവന്മാര് കേറിയില്ലേ? ബോബ് ആദ്യമേ കേറി കേട്ടോ, വലുതലൊക്കെ വെച്ച്. ഇവിടെ കൊറേ സാധനം ഉണ്ട്, കാണിച്ചില്ല. കുറച്ച് വെട്ടിച്ച് ആ വയറിങ് കിടില്ല ഗൈസ്. ഇതിന്റെ PC-യുടെ വയറിങ് വിഷയമാണ് ആക്ച്വലി. ആ സ്റ്റാൻഡിന്റെ പുറകെ കൂടെ ഹോൾഡർ വിഷയം. ഹോൾഡർ അച്ഛനങ്ങ് ഇറങ്ങിയാ മതി കേട്ടോ ഇതിനകത്ത്. ആ മാലോട്ടൻ പൊക്കണ പരിപാടിയാ. ഇതേതാടാ ഈ പുള്ളിയൊക്കെയാരാടാ? എടാ അമ്പത്തൂരെ നീ അറിഞ്ഞ ഒന്നുമില്ല പറയുന്നില്ല. അല്ല പിന്നെ പറയാം. എടാ SRK വന്നായിരുന്നോടാ? അടാ അതെ, അത് കണ്ണീരൊന്നും വന്നില്ല കേട്ടോ. കണ്ണ് അറിയാം, മറ്റേ ക്യാമറ ഒക്കെ പിടിച്ചിരിക്കുന്നുണ്ടേ. കണ്ണൊക്കെ അത് ശ്രദ്ധിച്ചില്ലേ നീ? അഭിനയമാണത്, അതൊക്കെ അഭിനയം. ക്യാമറ പിടിച്ചോണ്ടിരിക്കണ്ട. ഇപ്പൊ കണ്ണാടി ജസ്റ്റ് പൊക്കി ഒരു 2 തുള്ളി ഇങ്ങനെ തുടങ്ങി. ഓ നീറ്റ് സെറ്റപ്പാണ്. ഓ നമ്മുടെ ഗിഫ്റ്റ് ആയിരുന്നു കേസ്. അയ്യോ നമ്മള് ഗെയിമിംഗ് ചെയർ വാങ്ങിച്ചോണ്ട് കൊടുത്ത. അത് വാങ്ങിച്ചിട്ട് ഡിക്കിൽ എടുത്ത് വെക്കാൻ മറന്നുപോയി. നിങ്ങളിതൊക്കെ കണ്ടായിരുന്നോ? ഞാൻ ഇത് കണ്ടില്ല, ഞാൻ ലൈവ് കണ്ടില്ല. ഞാൻ ആ സമയം അമ്പത്തൂരിന്റെ റംബൂട്ടാൻ നിന്നോണ്ടിരിക്കുവായിരുന്നു. അമ്പത്തൂര് ഞാനൊരു കാര്യം ചോദിക്കട്ടെടാ, നാണമില്ലടാ അവിടെ പോയി ഒന്നും കൊടുക്കാതെ കേറി അത്രയും തിന്നു മുടിപ്പിച്ചിട്ട് ഇറങ്ങി വരാനായിട്ട്? കുഴപ്പമില്ല, ഓർഡർ ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്ന് ഓർഡർ ചെയ്തേക്കുന്നേ.
സിമ്പിൾ കാണാ രണ്ട് വാക്ക് ഞാൻ എന്ത് പറയണ നിങ്ങളൊക്കെ വന്നില്ലേ എന്താ പരിപാടി അത് കഴിഞ്ഞ ഞാനെന്താ പരിപാടി എടാ രായനൊക്കെ എവിടെ പോയിടാ രായനൊക്കെ? ഫുഡ് കഴിച്ച് നേരെ ഓ ഡ്രീമറിന് കഷണ്ടി ആയിട്ടോ, ഡ്രീമറിന് കഷണ്ടി നര, 1 നര 2 നര 3 നര 4 നര. ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്കൊരു സമാധാനം. അപ്പൊ സ്കാമും കൂടി അമ്പത്തൂരേ ഇതെന്തുവാടാ ഇത്? മീശേ എന്താണ് ബോബേ പറയാനുള്ള? കൃതാവ് മീശ. ഒരു രക്ഷയില്ല. എന്റെ തല കാണണോടോ, എല്ലാം നരയാടോ എന്റെ തലയില്. അയ്യോ എന്റെ തലയ്ക്കകത്ത് എന്തോരം നരയാന്നറിയാവോ? ഇതല്ലേ മറ്റേ പുള്ളി ഹരിശങ്കറോ ഹരിശങ്കർ മറ്റേ PC ബിൽഡ് ചെയ്യുന്ന പുള്ളി. അണ്ണു വരുന്നതേ ഉള്ളൂ ഗൈസ്, അണ്ണു വരുന്നതേ ഉള്ളൂ. ഓ മേൻ, നിങ്ങൾക്ക് ചാറ്റിൽ ഒന്ന് ചോദിച്ചായിരുന്നില്ലേ? ഏജ് ഈസ് ഗോയിങ്. വയസ്സായടാ വയസ്സായി. എടാ ഇത് വെറും പറ്റീരാടാ. ഇന്നലെ ഇതിനകത്തൂടെ പുക പോകുന്നും പറഞ്ഞിട്ട് എന്നെ കൊണ്ടുള്ള വെള്ളവും ഒഴിപ്പിച്ച് ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോ എടുക്കാൻ വേണ്ടി തുറക്കും പുക വരത്തില്ല, വീണ്ടും തുറക്കും പുക വരത്തില്ല, വീണ്ടും തുറക്കും പുക വരത്തില്ല. 3500 സാധനം ഇത്, പുകയും വന്നില്ല. ലൈറ്റൊക്കെ ഇട്ട് ഓ അപ്പോഴേ അടിച്ചു പോയി. ഓ അവന്റെ തലയിലും ഉണ്ട് കേട്ടോടാ നര. വയസ്സായി എല്ലാവർക്കും നരയാണ്, എനിക്ക് മാത്രമല്ല. പക്ഷെ കുറച്ച് നേരത്തെ ഇട്ടാലും ചെണ്ടമേളക്കാരെ കൂടെ കാണിക്കായിരുന്നല്ലേ? ചെണ്ടമേള പോയി അറിയിക്കുകയാണ്. ഇന്ന് രാവിലെ പോയി ആ നീയല്ലേ എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വണ്ടി ഇരുന്ന് പറഞ്ഞ വാസുണ്ടല്ലോ ഉള്ളൂ നരയെന്ന്. നമ്മൾ ഈ നരയുടെ കാര്യം സംസാരിച്ച സമയത്ത്, ബാബുവിന്റെ അല്ലെങ്കിലും നരയുടെ കാര്യം സംസാരിച്ച സമയത്ത് നീയല്ലേ പറഞ്ഞ വാസുണ്ട് അല്ലെങ്കിൽ ഫുള്ള് നരയെന്ന്. നരയുണ്ടെന്ന് പറഞ്ഞോ ഗാങ് സസ്പെൻസ് എടുത്ത് എന്റെ തലയിലുള്ള സാധനമല്ലേ നമ്മൾ പറയുന്നത്? നീ പറഞ്ഞില്ലേ എന്റെ അടുത്ത് അണ്ണന്റെ തല ഫുള്ള് നരയാന്ന്? അണ്ണൂന് അത്ര നര ഇല്ലല്ലോ, ആരാ പറഞ്ഞേ? ആ അതിന്റെ തലയുടെ അടുത്തിരുന്ന് നോക്കണം, മൊത്തം നരയാ. ബാബു സൈഡിനുണ്ട് പക്ഷെ നല്ല നരയാണ്. എടാ എന്റെ തലയിലോ എന്റെ തലയിൽ ഭയങ്കര പാടാ. അവനൊരു പെണ്ണുണ്ട് കുഞ്ഞുണ്ട്. അതിനുണ്ട്, അതിനിപ്പോ എന്ത്? അവൻ കല്യാണം കഴിച്ചവന് കുഞ്ഞ്, അതിനിപ്പോ എന്ത്? നമ്മള് മെച്യൂരിറ്റി ഉള്ള ആൾക്കാർ ലൈഫില് ഏൺ ചെയ്യാൻ നോക്കൂ, സെറ്റിൽ ആകത്തില്ല. അണ്ണൊക്കെ അങ്ങനെ ശരിയാകും. ഫ്ലെക്സ് ഉണ്ട് വെളിയില, ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ എന്റെ റൂമിൽ ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്ത ഈ സാധനം, ഈ വുഡൻ സാധനം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വേണമെന്ന്. പക്ഷെ പിന്നെ അതിട്ടില്ല, ഭയങ്കര ചാർജ് ആയിരുന്നു. ഇത് കണക്കത്തൊരു വൈബ് മനുഷ്യൻ. ഓ ഞാനാണെങ്കിൽ എനിക്കൊരു 1 മണിക്കൂർ കിട്ടിയെങ്കിൽ ഞാൻ സംസാരിച്ച് നമ്മളെ രണ്ടെണ്ണം അടിച്ചിരുന്നേരം അവിടെ. ഞങ്ങള് പോവാൻ വേണ്ടി നിൽക്കുന്നു, അവിടെ വരുന്നില്ല. നമ്മളുടെ എണ്ണം അടിച്ചിരുന്നേരം അവിടെ, ഞാൻ അവിടെ കേടെ നിന്നിരുന്നെങ്കിൽ. അയ്യോ കാരണം നീ ഇട്ടേക്കുന്നത് 720p യിലാണോ?
ഇത് ഫോണിൽ കൂടെ ആണോ ലൈവ് ഇട്ടേ? Alexa ഒന്നുമില്ല guys. സ്പെക്ക് പറയോ? സ്പെക്ക് പറയോ? സ്പെക്ക് ഇത് ഇവിടെ. Okay. Spec പറയാം. 7 9850 X ready 64GB RAM 5080 MSI Liquid Supreme SoC എല്ലാം പറയുന്നത് കൺഫ്യൂഷൻ 1TB SSD ഉണ്ട് 1200 വാട്ടിന്റെ പവർ സപ്ലൈ ഇതില് മറ്റേ ഹരിശങ്കർ പുള്ളി കേബിൾസ് എല്ലാം ഉണ്ട് ഡിഎൻഎയുടെ ഫാൻസ് ആണ് ഡിഎൻഎയുടെ എല്ലാം വയർലെസ് സ്ട്രീമർ കേബിൾസ് പിന്നെ ലിക്വിഡ് കൂളർ എല്ലാം കേൾക്കുന്നുണ്ട് എല്ലാം കൂടെ ക്ലോസ് ടു 5 lakhs ഈസി അമ്മൂമ്മ അതിനേക്കാളും കാമടി. അമ്മൂമ്മക്ക് വിറ്റ അവിടെ ഇതാരാടാ? ഇതാരാ? കസിൻസ് ആണെന്ന് തോന്നുന്നു. ഗേൾ ഫ്രണ്ടാ? കഴിക്കാൻ പറഞ്ഞു അല്ലേ? എടാ ഇവന്റെ ഒരു മാമനുണ്ടടേ വിറ്റ്. പേര് മറന്നുപോയി. പുള്ളിയുടെ പേരെന്തോന്ന് പറഞ്ഞോ ചോദിച്ചാ സൈബർ അറ്റാക്ക് അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്ത് തരണോടാ. ഞാൻ ലൈവ് കണ്ടോണ്ടിരുന്നു. എടാ മണിയനെ ലാസ്റ്റ് ആണല്ലോടാ വിളിച്ച കേക്ക് കൊടുക്കാൻ. ഓടി നടന്നത് ഫുള്ള് മണിയനല്ലേടാ കണ്ണാപ്പി. ഓക്കെ നമുക്ക് ഇനി ഓരോ ആൾക്കാരെ വെച്ച് പരിചയപ്പെടാം. കെവിൻ ലോങ് ഡേയ്സ് ബിഫോർ കെവിൻ നമ്മളെ കണ്ടുകൂട്ടി. എന്താടാ രായനെ പറ്റിയേ? എന്താണ് കെവിൻ റൂബിനെ കുറിച്ച് നീ എന്തിലൂടെ വണ്ടി ചെയ്ത് രായനെ കുറിച്ച് കുറ്റം പറഞ്ഞേ? എന്റെ അണ്ണ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നേ? ഞാൻ ഇപ്പോഴും ഓക്കെ റൂം കൊള്ളാം, നല്ല രസമുണ്ട്. സൂപ്പർ റൂം, സൂപ്പർ. ഞാൻ ഇതേ കണക്ക് പണിയുന്നുണ്ട് 10 വർഷം കഴിഞ്ഞ്. എത്ര 8 വർഷം കഴിഞ്ഞ 10 വർഷം. എടാ ഇതല്ലോടാ ഏബല്. ഇത് ജൂഡാണോ ഏബലാണോ? ഇതോ ഇതാണോ കെവിൻ? അത് ചൂട്, അത് ചൂട്, അത് ചൂട്. ഞാൻ കാര്യമായി വരാഞ്ഞത് കേട്ടോ. ആ സമയത്ത് വന്നിരുന്നെങ്കിൽ അത്രയും ക്യാമറകളുടെ ഇടയിൽ ഞാൻ നിന്ന് ചൂഷണപ്പെട്ടേനെ. പറ ചന്ദ്ര എങ്ങനെയുണ്ട്? PC കാണിച്ചരാ. മോണിറ്റർ ഒരു രക്ഷയില്ലടാ. മോട്ടർ കിട്ടിയ മോട്ടർ മെന്നിയുടെ ആയിരുന്നു. മോട്ടർ മെന്നിയുടെ OLED DSLR-ന്റെ മൈക്കോ? ഇവിടെ ഈ ചോർക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങക്ക്? ഒരു സുപ്രീം അല്ലേ? ടിവിയിൽ 2 വർഷം ഗ്രാഫിക്സ് കാർഡ്. സുപ്രീം ലിക്വിഡ് SoC. അതെവിടുന്നാടാ? അമ്പത്തൂരേ? നിന്റെ എവിടുന്നാണോ ഇനി ഈച്ചയുടെ സൗണ്ട്? ലിക്വിഡ് SoC. നോക്ക് ചന്ദ്രന്റെ സെയിം. ചന്ദ്ര വെർട്ടിക്കൽ മോഡ് ടിവിയിലെ രണ്ട് പീസ്, ഒന്ന് കണ്ണാപ്പിക്കും ചന്ദ്രബോസിനും. ഭക്ഷണം കഴിഞ്ഞാൽ ടോപ്പ് പീസ് എല്ലാം നോട്ട് ഇത് ഒരെണ്ണം കുറേ അറിയില്ലോ. ഇതൊക്കെ എന്ത് തോന്നിയ ചന്ദ്രൻ ലുക്കായില്ലടാ. ചന്ദ്രൻ ഇതിട്ടോ സ്റ്റഡ് ഇട്ടോ?
ഇവിടെ കാണുന്നില്ല എടാ ഇത് എവിടെ നിന്നാണ് നോട്ടിഫിക്കോ ഇതിനകത്താണ് ഞാൻ കണ്ടു ഡീമൺ സ്ലെയർ ഇതാരെന്നറിയോ? വെജിറ്റ അല്ലേ ഒറ്റ വയറ് കാണാൻ. ഇത് ഗോകു ഇല്ല ഇവിടെ ഇത് എടമ്പത്തൂരെ എവിടെ ഇത് ഇത് വെജീറ്റ കേബിൾ ഇന്നലെ കഴിഞ്ഞ എടാ അത് സക്കീർ അല്ലേ ചെയ്ത അമ്മയ്ക്ക് സക്കീർ അതാ വിശ്വമായിട്ട് കേട്ടോ സക്കീർ ക്ലീൻ ഞാൻ ഇതുവരെ കണ്ടുള്ളത് ഏറ്റവും കിടിലം വയർ മാനേജ്മെന്റ് ആയിരുന്നു. ഈ സാധനം വേണ്ട ഈ സാധനം നിങ്ങൾക്ക് കാണുന്നതാണ് മൈക്കിന്റെ ഇത് ഫിഫൈൻ്റെ ആണ്. ഇത് ഫിഫൈൻ്റെ അല്ല, ഇത് ലൂഫി അങ്ങനെ ഒരു സാധനത്തിന് ബ്രാൻഡിന്റെ ആണ്. പക്ഷെ എല്ലാ വയറും ഇതിനകത്തൂടെ വലിച്ച് കറക്റ്റായിട്ട് കൊണ്ടു കൊടുത്ത് വിഷയം മാനേജ്മെന്റ് ആണ് ചെയ്തത്. ഫുൾ ക്ലീൻ സാധനം. ഫ്ലെക്സും കാര്യങ്ങളെല്ലാം കാണാൻ പാ. എല്ലാരും കാണാം. നമ്മൾ അതിന് മുമ്പ് സ്പെക്സ് പറയാം. ഇവിടെ അടാ ബാപ്പുകള് അപ്പൊ നീ അവിടെ ഉള്ള മന്ദാരന്മാരെ ഇങ്ങോട്ട് വിളിക്കും. ഇതിന്റെ ഫുൾ വെർഷൻ അവിടെ കിട്ടും. അവന്റെ ലൈവിലാണോ കണ്ണാപ്പയുടെ ലൈവൊക്കെ ഞാൻ അടുത്ത കൂടുതൽ നിന്ന് കാണാൻ പറ്റുമോ? ആര് പറഞ്ഞു മ്യാവൂ? വരുന്നുണ്ടോ? RDR-ല അണ്ണ കേറി ഞാൻ നിങ്ങളുടെ പറഞ്ഞത് വലിയ കണ്ണപ്പിയൊന്നുമല്ലോ. കണ്ണാപ്പിയ എന്താ പൊന്നെ കണ്ണാപ്പി, ഞാൻ ഇന്നലത്തെ കാര്യം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നടാ. നിന്നെ എന്ത് 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 കിടിലമായിരുന്നു നിന്റെ റൂമെന്നേ. പക്ഷെ നാട മുറിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റാഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തൂര് റംബുട്ടാനും പിടിച്ച് അമ്പത്തൂര് ചാത്തന്നൂര് നിൽക്കുമായിരുന്നു. പക്ഷെ ചാത്തന്നൂരിന് അമ്പത്തൂരിനെ പൊക്കി എടുത്തോണ്ട് വരണോട് മാത്രമാണ്. പക്ഷെ അതൊക്കെ നീ അറിയും. നീ കുറച്ചു നാൾ കഴിയുമ്പോ അറിയും. ശരത്തേട്ടനെ കൊണ്ട് നാട മുറിപ്പിക്കാതിന്റെ കാരണങ്ങളൊക്കെ നീ അറിയും. പക്ഷെ ഞാൻ ഒന്നും കൂടെ ലോക്ക് ആയിട്ട് കേറിയായിരുന്നു മനി. മുറിക്കായിരുന്നല്ലോടാ, വെച്ചില്ലല്ലോ നാടയൊന്നും. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അച്ഛനെ. എന്നെയോ? എന്നെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ട്? അച്ഛൻ പറഞ്ഞു ഞാൻ പോയി കഴിഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല. പിന്നെന്തോ നല്ല മര്യാദയുള്ള പയ്യനെന്നോ? പിന്നെ നിന്റെ കൂടെ കാളംകുളി അടിച്ചു കിടക്കുമല്ലോ ഞാൻ കണ്ണാപ്പി അവിടെ ഞാനൊരു 2 മണിക്കൂർ ഇട്ടിരുന്നെങ്കിൽ നിന്റെ അച്ഛനായിട്ട് ഞാൻ ഒരു പെഗ്ഗും അടിച്ച് ഞാൻ ഒരു കൈലി എടുത്തു കൊടുത്ത് അവിടെ കാണും കിടന്ന് ഉറങ്ങിയാനെ ഞാൻ. എന്നിട്ട് രാവിലെ എങ്ങാനും തിരിച്ചു പോയ 1 മണിക്കൂർ കിടന്ന് കൊച്ചു വർത്താനം. ശരത്തേട്ടനും അച്ഛനോട് 1 മണിക്കൂറിന് സംസാരം വരുന്നില്ലേ? പക്ഷെ നിന്റെ മാമനുണ്ടല്ലോ 50 രൂപ തന്നെ നോക്കിയോ മോനെ. ഈ മോളൻ പെമ്പിള്ളാറുണ്ടെങ്കിൽ ഇങ്ങനെ മുടി വളർത്തി കെട്ടിയിട്ടേക്കുന്നത് എന്തിനാന്ന്? അല്ല ഏറ്റവും കോണെന്നറിയോ? എടാ കണ്ണാപ്പി, എടാ 50 രൂപ തൂണിലെങ്ങാണ്ട് ചരിഞ്ഞിരുന്ന ഫോം വിളിച്ചോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഉടനെ സുഷേ കഴിക്കാൻ പുള്ളിക്കാരൻ വിചാരിച്ചേ പുള്ളിക്കാരന്റെ പുള്ളിക്കപ്പുറത്ത് ഇവരെ കാരണം മുടിയും കെട്ടി നിൽക്കുക. സുഷ കഴിക്കാൻ പാടിയെന്ന് അവരുടെ 50 സുഷയാ വലിയൊരു മാമ നിൽക്കുന്നത്. അയ്യോ ഭയങ്കര എക്കോ ആണല്ലോടാ റൂമില്. അത് നാളെ സാധനങ്ങളൊക്കെ ഇരിക്കുമ്പോ അയ്യോ കോമഡി ആയിരുന്നു. ഇനിയിപ്പോ ക്യാമറയും ഇതുകൂടെ സെറ്റ് ചെയ്താൽ മതി. RPയും ഇതൊക്കെ സെറ്റ് ചെയ്ത് നല്ല കുറവ്. അമ്പു അറിയൂ ഇൻ അമ്പു അറിയൂ ഇൻ. ഞാൻ വരുന്നുണ്ടോ? നീ ഏതാ? എടാ കണ്ണാപ്പി
പറയാൻ പറഞ്ഞു എന്തോ അപ്പുക്കുട്ടന്റെ ഇന്നലെ അപ്പക്കുട്ടനെ ഉണ്ണിക്കുട്ടൻ കൈ അല്ല ഞാൻ പറയാം ഇന്നലെ ആണെങ്കിൽ ഉണ്ണിക്കുട്ടൻ എന്തോ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. ഉണ്ണിക്കുട്ടൻ അപ്പുക്കുട്ടൻ എന്തോ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. അപ്പുക്കുട്ടനെ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ കാണിച്ചപ്പം അപ്പുക്കുട്ടന് കണ്ണും കിടക്കൊന്നും കാണുന്നില്ല. അപ്പുക്കുട്ടൻ ഉടനെ പറഞ്ഞ് ഈ കുണ്ണ ഫോണിലാണോടാ ഫോട്ടോ എടുക്കുന്നത്, എനിക്കൊന്നും കാണുന്നില്ലാണ്. ഉണ്ണിക്കുട്ടൻ അപ്പുക്കുട്ടന്റെ കൈ കയറി പിടിച്ചിട്ട് കുണ്ണ ഫോണെന്ന് വേറെ എന്തെങ്കിലും പറഞ്ഞ് പറയണമെന്ന് പറഞ്ഞ് കോകി കയറി പിടിച്ച് കോലക്കര പിടിച്ച് കൈ അടിച്ചത്. എനിക്കൊന്നും ആലോചിക്കാൻ വയ്യ. എന്നിട്ടാ അണ്ണു എനിക്ക് കാണണ്ടേ, എനിക്ക് ഇപ്പൊ പോലെ കണ്ണ് കാണുന്നില്ല. എന്നിട്ട് ഇതിനെ അറിയാതെ പിടിച്ചിട്ട് എന്നോട് കെട്ടിപ്പിടിച്ചിട്ട് കിടന്നുറങ്ങിയതാ. എടാ ഈ അപ്പുക്കുട്ടനുണ്ടല്ലോ ഈഗിളിന്റെ അവിടെ വെച്ചിട്ട് അവന്റെ പി സിയിൽ വെച്ചിട്ട് അന്ന് പോയ സമയത്ത് അടിച്ച് പിമ്പിരിയായിട്ട് രാത്രി 3 മണിക്ക് ഞാനാണെങ്കിൽ കറവ് തുറക്കാൻ വേണ്ടി നിൽക്കുക. കറവ് തുറന്നിട്ട് നോക്കുക, നിങ്ങളിതൊരു ചത്തില്ലേ? ഞാൻ ഇവര് എന്തൊരു മനുഷ്യനാന്ന് ആലോചിക്കുന്നതൊക്കെ. എന്തൊക്കെയാ എടാ അമ്പത്തൂരേ ഒന്ന് വരുവോടേ?